റേഷൻ ഡോക്സിന് അടുത്ത വീട്ടിലേക്ക് സ്വാഗതം. ഡൊമിനിക് ആൻഡ് ദ ലേഡീസ് പേഴ്സ്, അതിനെക്കുറിച്ച് നമ്മൾ പറയുമ്പോഴത്തേക്ക് നമുക്കറിയാം മമ്മൂട്ടി കമ്പനിയുടെ 6ാമത്തെ സിനിമ, അതായത് ഒട്ടും നിരാശപ്പെടുത്താത്ത രീതിയിൽ അതിമനോഹരമായിട്ട് എടുത്തിരിക്കും. നമ്മൾ സിനിമയിലേക്ക് നമ്മൾ പോകുമ്പോഴത്തേക്ക് സിനിമ തുടങ്ങി കുറച്ച് നേരത്തേക്ക് ഒരു കോമഡി ട്രാക്കിലൊക്കെ പോകുന്ന സിനിമ പിന്നൊരു ത്രില്ലർ മൂഡിലേക്ക് മാറുന്നെന്നുള്ള രീതിയിലേക്ക് നമുക്കൊരു പ്രതീതിയുണ്ട്. പിന്നെ ഇതിനകത്ത് വെച്ച് കഴിഞ്ഞാൽ വളരെ പെട്ടെന്നാണ് ഇതിനകത്തൊരു ഫസ്റ്റ് ഹാഫ് ആവുന്നത്, ഒരു ഇൻ്റർവെൽ ആവുന്നത്. കാര്യം അങ്ങനെ എനിക്ക് തോന്നുന്നൊരു പക്ഷേ സമയം ഓടിപ്പോകുന്ന നമ്മൾ അറിയാത്തത് കൊണ്ടായിരിക്കും ഇൻ്റർവെല്ലിലേക്ക് വളരെ വേഗത്തിൽ എത്തിയെന്ന് നമുക്ക് തോന്നുന്നത്. കാര്യം ഇൻ്റർവെല്ലിൻ്റെ അടുത്ത് എത്തുമ്പോഴത്തേക്ക് ഒരു ചെറിയൊരു പഞ്ചോടുകൂടി ഒരു ഇതിൽ വെച്ചിട്ടാണ് ഇൻ്റർവെൽ സെക്കൻഡ് ഹാഫിലേക്കുള്ള എന്താണെന്നുള്ള രീതിയിലേക്ക്, അല്ലെങ്കിൽ എന്തോ ഉണ്ട് എന്നുള്ള രീതിയിലേക്കുള്ള ഒരു ഇൻ്റർവെലോടുകൂടി അവിടെ അവസാനിക്കുന്നു. അത് സെക്കൻഡ് പാർട്ട് തുടങ്ങിയിട്ട് സിനിമ മുന്നോട്ട് പോകുമ്പോൾ ഒരു ത്രില്ലർ മൂഡിലുള്ള ഒരു കഥ തന്നെയാണ്. കാര്യം ഇപ്പം മമ്മൂക്കയും അത് ഗോകുൽ സുരേഷും അതിനകത്തുള്ള ഒട്ടുമിക്ക ആൾക്കാരും വളരെ നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. ഗോകുൽ സുരേഷിനെ സംബന്ധിച്ചിടത്തോളം നല്ല രീതിയിൽ ഹ്യൂമർ കൈകാര്യം ചെയ്തിട്ടുണ്ട്. മമ്മൂക്കയോടൊപ്പം കുറേ സ്ക്രീൻ പ്രസൻസ് ഗോകുലിനും ഉണ്ട് എന്ന് നമുക്ക് പറയാം. അതുപോലെ അതിനകത്ത് സോങ്സ് ആണെങ്കിലും ഏറ്റവും നല്ല രീതിയിൽ. പിന്നെ ഗൗതം വാസുദേവനെ സംബന്ധിച്ചിടത്തോളം മലയാളത്തിലുള്ള അദ്ദേഹത്തിൻ്റെ സിനിമ ഒട്ടും മോശമാക്കിയില്ല. പിന്നെ ഇതിൻ്റെ ഒരു സെക്കൻഡ് ഹാഫിലേക്ക് നമ്മൾ വരുമ്പോഴത്തേക്ക് സ്വാഭാവികമായിട്ടും കാര്യം നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള ഒരു ക്ലൈമാക്സ്, ഈ ക്ലൈമാക്സിലേക്ക് നമ്മൾ വരുമ്പോഴത്തേക്ക് നമുക്കറിയാം കുറേ ട്വിസ്റ്റുകളും അതുപോലെ സസ്പെൻസും ഒക്കെ നിലനിർത്തിക്കൊണ്ടുള്ള രീതിയിൽ ഒരു ക്ലൈമാക്സ്. കാര്യം നമുക്ക് ഇപ്പം ചിലപ്പം മമ്മൂക്കയുടെ ഹേറ്റേഴ്സ് ആയിട്ടുള്ള ആൾക്കാർ പറയും നമുക്ക് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റും, ഒന്നും പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. കാര്യം അതുപോലെയാണ് അതിൻ്റെ ഒരു ക്ലൈമാക്സിലേക്ക് ആ സിനിമ വരുന്നതെന്ന് പറയുന്നത്. കാര്യം അത്രയും ഭംഗിയായിട്ടുള്ള രീതിയിലാണ് ഗൗതം വാസുദേവ മേനോൻ ആ സിനിമ ഒരുക്കി വെച്ചിരിക്കുന്നത്. പിന്നെ നമ്മളിപ്പം ക്ലൈമാക്സിനെ കുറിച്ച് നമ്മൾ പറയാനാണെങ്കിൽ മമ്മൂക്കയുടെ എനിക്ക് തോന്നുന്നു വലിയ രീതിയിലുള്ള കുറേ പൈസ വാരി വലിച്ചിട്ടിട്ട് വലിയ രീതിയിലൊരു കൊമേഴ്സ്യൽ സിനിമ ഒരുക്കുന്ന രീതിയിൽ ഒരുക്കി വെക്കാമായിരുന്നു വേണമെങ്കിൽ സിനിമ. പക്ഷേ ഒരു സിമ്പിളായിട്ട്, അതായത് മമ്മൂക്കയുടെ ഒരു ഡ്രസ്സിങ് ഉൾപ്പെടെയുള്ള, അതായത് CI ഡൊമിനിക് എന്ന് പറയുന്ന, അല്ലെങ്കിൽ ഈ ഡൊമിനിക് എന്ന് പറയുന്ന ഈ ഡിറ്റക്റ്റീവ്, ഇപ്പം ഒരു പ്രൈവറ്റ് ഡിറ്റക്റ്റീവ്, ഇപ്പം അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് എങ്ങനെയാണോ അദ്ദേഹത്തിൻ്റെ ഡ്രസ്സിങ്സിലൂടെ നമ്മളെ പരിചയപ്പെടുത്തുന്നത് സിനിമയുടെ ആദ്യം മുതൽ അവസാനം വരെയും പോകുന്ന അതേ രീതിയിൽ വളരെ സിമ്പിളായിട്ട് തന്നെയാണ് ഈ കഥയുടെ ഒരു പോക്കു എന്ന് പറയുന്നത്. അതായത് ക്ലൈമാക്സിൽ തന്നെ ഞാൻ പറഞ്ഞ കണക്ക് ഒരു കൊമേഴ്ഷ്യൽ സിനിമ ഒരുക്കുന്ന രീതിയിൽ വളരെ വേണമെങ്കിൽ വലിച്ചു വാരിയിട്ട് ഒരു സിനിമ ഒരുക്കാമായിരുന്നു. പക്ഷേ ആ സിനിമയുടെ അതുവരെയുള്ള ഒരു ഭംഗി അല്ലെങ്കിൽ ഒരു ലാളിത്യം നഷ്ടപ്പെടാത്ത രീതിയിൽ തന്നെയാണ് അതിൻ്റെ ക്ലൈമാക്സ് ഒരുക്കിയിരിക്കുന്നതും. അതായത് എനിക്ക് തോന്നുന്നു ഇത്രയും ഭംഗിയായിട്ട് ഒരുക്കാൻ ഒരു പക്ഷേ മമ്മൂട്ടി കമ്പനിക്കും ഈ പ്രത്യേകിച്ച് ഗൗതം വാസുദേവ മേനോൻ എന്ന് പറയുന്ന ഒരു ഡയറക്ടർക്കും മാത്രമേ സാധിക്കത്തുള്ളൂ. അതും മമ്മൂക്കയെ പോലുള്ളൊരു മെഗാസ്റ്റാറിനെ വെച്ചിട്ട് ഈ ഡൊമിനിക് ആൻഡ് ദ ലേഡീസ് പേഴ്സ് എന്ന് പറയുന്ന ഒരു സിനിമ ഒരുക്കുമ്പോഴത്തേക്ക്, അതായത് എനിക്ക് തോന്നുന്നു ഇപ്പം ഈ വർഷം ഇറങ്ങിയിട്ടുള്ള 1-2 സിനിമകൾ വലിയൊരു വിജയത്തിലേക്ക് എത്തിയിട്ടുണ്ടെങ്കിൽ പോലും ഡൊമിനിക് ആൻഡ് ദ ലേഡീസ് പേഴ്സ് എന്ന് പറയുന്ന സിനിമ അതിൻ്റെയൊക്കെ മുകളിൽ നിൽക്കുന്ന രീതിയിലുള്ള ഒരു കളക്ഷനിലേക്ക് പോകാനുള്ള എല്ലാവിധ സാധ്യതയാണ് നമ്മൾ കാണുന്നത്. പിന്നെ മമ്മൂക്കയെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം കഴിഞ്ഞ 3 വർഷവും 50 കോടി ക്ലബ്ബിലെത്താൻ സാധിച്ചിട്ടുള്ള മലയാളത്തിലെ മുൻനിര നായകൻ എന്ന് പറഞ്ഞാൽ മമ്മൂക്ക മാത്രമാണ്. അപ്പോൾ ഈ വർഷവും അത് ഒട്ടും മോശമാവാത്ത രീതിയിൽ 50 കോടി കഴിഞ്ഞ് എനിക്ക് തോന്നുന്നൊരു 100 കോടിയാണ് നമ്മുടെ എല്ലാവരുടെയും പ്രതീക്ഷ ഡൊമിനിക് ആൻഡ് ദ ലേഡീസ് പേഴ്സിലൂടെ നേടിയെടുക്കുന്നു. കാര്യം അതുപോലെ തന്നെയാണ് എനിക്കൊന്ന് ഒട്ടും പ്രൊമോഷൻ ഇല്ലാതെ തിയേറ്ററിൽ റിലീസ് ചെയ്ത്, അല്ലെങ്കിൽ ഒട്ടും പരസ്യമില്ലാതെ റിലീസ് ചെയ്ത ഒരു കണ്ണൂർ സ്ക്വാഡിൻ്റെ ഒരു മാതൃക തന്നെയാണ് ഈ സിനിമയ്ക്ക്. കാര്യം മൗത്ത് പബ്ലിസിറ്റിയാണ് ഏറ്റവും വലുത് എന്ന് തെളിയിക്കുന്ന രീതിയിലാണ് ഈ സിനിമ. ഇപ്പം നമ്മളോടൊപ്പം തിയേറ്ററിൽ നിന്ന് ഇറങ്ങുന്ന ആൾക്കാരും അല്ലെങ്കിൽ അടുത്ത ഷോയ്ക്ക് നിൽക്കുന്ന ആൾക്കാരോടെ തിയേറ്ററിൽ നിന്ന് ഇറങ്ങി വരുന്ന ആൾക്കാരുടെ ഒരു പ്രതികരണം എന്ന് പറഞ്ഞാൽ ധൈര്യമായിട്ട് ടിക്കറ്റ് എടുത്തോളാനാണ്. കാര്യം അത്രയും നല്ല രീതിയിൽ തന്നെയാണ് ഈ സിനിമ ഒരുക്കിയിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ എല്ലാം പ്രതീക്ഷ കണക്ക് ഈ സിനിമ ഒരു 100 കോടി ക്ലബ്ബിലേക്ക് എത്താൻ സാധിക്കട്ടെ. താങ്ക് യു.